തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും 2025 എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നൽകപ്പെടുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ വർഷം വിശുദ്ധിയിൽ നടത്തപ്പെടുവാൻ, യേശുവിൻ്റെ ആത്മാവുള്ളവരായിരിക്കാൻ സഹായിക്കട്ടെ. ദൈവാത്മാവ് ഈ വർഷം എനിക്ക് തന്ന വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. എനിവൺ ഹു ഡസ് നോട്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഡസ് നോട്ട് ബിലോങ് ടു ഹിം. യേശുക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവൻ യേശുക്രിസ്തു ചെയ്തത് യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കാനായിട്ട് സാധിക്കും. വെൻ ദേ സിൻ ആൻഡ് മേക്ക് മിസ്റ്റേക്സ് ഇൻസ്റ്റെഡ് ഓഫ് റിസീവിങ് God's mercy and moving forward. യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ചില തെറ്റും ശരിയുണ്ട്. നമ്മൾ നിർവചിക്കുന്ന തെറ്റും ശരിയല്ല തെറ്റും ശരി. വേദപുസ്തകം എന്ത് പറയുന്നു, യേശു എന്ത് പറയുന്നു, അതാണ് തെറ്റും ശരി. അപ്പോൾ ആ തെറ്റിലും ആ ശരിയിലും നമുക്ക് മിസ്റ്റേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചാൽ മതി, എന്നിട്ട് മുൻപോട്ട് പോകണം. അപ്പോൾ അത് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ലിസൺ ടു ദ വോയിസ് ഓഫ് അക്യൂസേഴ്സ് വെയ്ഡ് ഡൗൺ വിത്ത് ഗിൽറ്റ്. ദ എനിമീസ് ഗോൾ ഈസ് ടു ഡിസീവ് ദം ഇൻ ടു ലിവിങ് കണ്ടംപ്റ്റ്. അപ്പോൾ ഈ ശത്രുവിൻ്റെ ശബ്ദം കേട്ടാൽ, പിശാചിൻ്റെ ശബ്ദം കേട്ടാൽ, അപ്പോൾ അത് നമ്മളെ ഇങ്ങനെ നമ്മളുടെ കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും നമ്മളെ കുറച്ചാക്കിക്കൊണ്ടിരിക്കും, ചെറുതാക്കിക്കൊണ്ടിരിക്കും നമ്മളെ. അത് പിശാച് നമ്മളെ ചെറുതാക്കും, കർത്താവ് നമ്മളെ വലുതാക്കും. എങ്ങനെ നമ്മളെ വലുതാക്കുന്നത്? നമ്മളെ ബലപ്പെടുത്തും, ബലം കൊണ്ട് നമ്മുടെ ശരീരത്തെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. അതിനാണ് നമുക്ക് വിശുദ്ധ മാമോദീസായാൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നു. വിശുദ്ധ കുർബാനയാൽ കർത്താവ് ക്രൂശിൽ വഹിച്ച പാപങ്ങൾ, ശാപങ്ങൾ നമ്മുടേത് മാറി നമ്മൾ അതിലേക്ക് തരുന്നു. അപ്പോൾ ആ ഒരു പ്രവർത്തനമാണ് നമ്മൾ ലോകത്തിന് കൊടുക്കേണ്ടത്. നമ്മൾ കൊടുക്കേണ്ടത് ലോകത്തിന് കൊടുക്കേണ്ടതാണ്, യേശുവിന് വേണ്ടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിലുള്ള ഒരു ശക്തി, പ്രത്യേകമായ ഒരു ശക്തി ലഭിക്കും. ഇഫ് യു ആർ ഇൻ ദ ഫ്ലഷ്, എംബ്രേസ് ദ സ്പിരിറ്റ് ആൻഡ് സേ യെസ് ഐ മെയ്ഡ് മിസ്റ്റേക്സ്, ഇറ്റ് വാസ് മൈ ഫോൾട്ട്. ലോകത്തിൻ്റെ ആത്മാവിലാണ് ഇന്നും ജീവിക്കുന്നതെങ്കിൽ, ലോകത്തിൻ്റെ സുഖത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തോട് പറയണം, ഞാൻ മിസ്റ്റേക്ക് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തു, എൻ്റെ കുറവാണ്, എന്നോട് ക്ഷമിക്കണം, ഐ ക്യാൻ മൂവ് ഫോർ. അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ക്രൈസ്റ്റ് പെയ്ഡ് ദ പ്രൈസ് ഫോർ മൈ സിൻസ് ആൻഡ് ഫെയിലിയേഴ്സ്. എൻ്റെ പാപത്തിനും എൻ്റെ തോൽവിക്കും എല്ലാം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ രക്തം കർത്താവ് കൊടുത്തു കഴിഞ്ഞു. ആ കർത്താവ് കൊടുത്തു. ഇനി ഞാൻ ആ കാൽവറി ക്രൂശിൻ്റെ അനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനുള്ളതല്ല. ഇന്നത്തെ ആ ഒരു അനുഭവത്തിൽ ആ ഒരു വലിയ എനിക്ക് ഐ ക്യാൻ മൂവ് എന്നുള്ള ആ ഒരു വലിയ ചിന്ത ഉണ്ടായിരിക്കണം. ഇത് 2025 എന്ന് പറയുന്നത് ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ 25-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ 1/4 നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വളരെ പ്രാധാന്യമർഹിക്കുന്ന, ചരിത്രം പ്രാധാന്യമുള്ള, ആഗോള സംഭവങ്ങളുള്ള ഈ ലോകത്തിൽ നിൻ്റെ ജീവിതം നീ യേശുവിന് വേണ്ടി സറണ്ടർ ചെയ്യുവാൻ. അതാണ് ഐക്യസഭകൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം, ഗാഡ്സ് കോൾ ഫോർ കമ്മിറ്റഡ് പാർട്ട്ണർഷിപ്പ്, ഒരു കവനൻ്റ്. അതാണല്ലോ ഇന്നലെ ഈ രാത്രിയിൽ, ഈ പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിച്ചത്. ദൈവത്തിൻ്റെ ആയിട്ടുള്ള ഉടമ്പടി, അവൻ്റെ ദൈവമായിട്ടൊരു പാർട്ട്ണർഷിപ്പാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? 50-50. രണ്ടുപേരും ഒരുപോലെ പണം മുടക്കണം, രണ്ടുപേരും ഒരുപോലെ കാര്യങ്ങൾ ചെയ്യണം. യേശു ചെയ്തതുപോലെ നീ ഭൂമി ചെയ്യണം. യേശുവിൻ്റെ പാർട്ട്ണർഷിപ്പ് യേശു നിർവഹിച്ചു, യേശു സ്ഥലം വിട്ടു.
കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുക. യേശുവിൻ്റെ പാർട്ട്ണർഷിപ്പ് നീ ഇവിടെ ചെയ്ത് നിന്നെ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കുമ്പോൾ നിൻ്റെ കയ്യിൽ വല്ലതും വേണം. ആത്മാക്കളെ നേടണം. യേശുവിന് വേണ്ടി നീ നിൽക്കണം. നിനക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. നിന്നെ പരാജയപ്പെടുത്തരുത്. നീ ഒരു വിജയമായി മുൻപോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധിയുടെ വശം, വിശുദ്ധി വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. അനുതാപം വിജയത്തിലേക്ക് നയിക്കുന്നതാണ്. അനുതാപവും വിശുദ്ധിയാണ് അത് വിജയത്തിലേക്കും അത് അത്ഭുതത്തിലേക്ക് നയിക്കുന്നതാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, കർത്താവുമായിട്ടുള്ളൊരു പാർട്ട്ണർഷിപ്പിൽ ഇന്ന് തീരുമാനമെടുത്ത ധാരാളം പേരുണ്ട്. കർത്താവ് ഇന്നൊരു പുതിയ തീരുമാനമെടുത്ത് 2025 പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ മുൻപോട്ട് പോകുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങൾക്കും ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തിപ്പെടട്ടെ. ലോകമെമ്പാടും ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ, കർത്താവെ, അവർക്കായി അവരുടെ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അവരെ നീ കരിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ അല്ല, ലോകത്തിൻ്റെ സ്പിരിറ്റിലല്ല, ഹോളി സ്പിരിറ്റിൽ, പരിശുദ്ധാത്മ സ്പിരിറ്റിൽ ജീവിക്കുവാൻ നിൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലന്മാർ, കർത്താവ്, ലോകമെമ്പാടും വചനം പ്രഘോഷിക്കുന്നവർ, മാധ്യമപ്രവർത്തകർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ആരും നോക്കാനില്ലാത്തവർ, എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവർക്കും അങ്ങയുടെ അദൃശ്യമായി സാന്നിധ്യമുണ്ടായത് ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ, കർത്താവിൻ്റെ വിശുദ്ധിയും വെളിച്ചവും നിൻ്റെ മക്കളിലേക്ക് പ്രവേശിക്കുവാൻ, ആ പുതിയ വെളിച്ചത്തിൽ, പുതിയ വിശുദ്ധിയിൽ, പുതിയ ശക്തിയിൽ, പുതിയ അനുഭവത്തിൽ ഈ 2025 നിൻ്റെ മക്കൾക്ക് വിശുദ്ധിയുടെ വർഷമായി, അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ വർഷമാക്കി തീർക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.